ക്യാമറ കുളത്തിലേക്ക് ചാടട്ടെ. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇവിടെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി. ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും പിന്നെ വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ ബാക്കിയാണ് കേട്ടോ അത്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ ബാക്കിയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കോർണിഷിൽ നിന്ന് വന്നിട്ട് നമ്മൾ റൂമിലെത്തിയ സമയമായപ്പോഴേക്കും ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പോൾ രാവിലെ എന്തായാലും പോകാമെന്നുള്ള പ്ലാനല്ലേ. പിന്നെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്താ പറയുക ഉറക്കമൊന്നും ശരിയായിട്ടില്ല കേട്ടോ. കാരണം നോമ്പിന് നമ്മൾ രാവിലെയാണ് ഉറങ്ങലുണ്ടായിരുന്നത്. സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഉറങ്ങലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ആർക്കും അപ്പോൾ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ. നമ്മളൊരു 6 മണിക്കൊക്കെ പോരണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പിന്നെ ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടില്ല കേട്ടോ അൽബേക്കിൽ. പക്ഷേ അൽബേക്കത്തെ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അൽബേക്ക് ഓപ്പൺ ആയിട്ടില്ല, 9 മണിയൊക്കെ കഴിയുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പുറത്ത് ബൂഫിൽ നിന്ന് ഓരോ ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ട് പിന്നെ ഈ അടുത്ത കാണുന്ന അൽബേക്കിൽ നിന്ന് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അൽബേക്കത്തെ സാൻഡ്വിച്ച് പൊതുവേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചിക്കനും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഷികക്ക് സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ആണോ എന്നുള്ളത് അക്മലിനോട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ യാത്ര പോണത്. യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് 4 പേർക്കും ഇഷ്ടം തന്നെ കേട്ടോ. പക്ഷെ എന്നാലും ഒന്നും കൂടെ കൂടുതൽ ഇഷ്ടം മക്കൾക്കാണ്. ഓൽക്ക് എന്താ പറയുക, എവിടെയെങ്കിലും നമ്മൾ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഓൽക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ മാത്രമല്ല കേട്ടോ, അതിപ്പോൾ നമ്മൾ പോയ സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ ഓൽക്ക് ഇഷ്ടമാണ്. നമ്മൾ ഫ്രണ്ട്സായിട്ട് പോവുകയാണെങ്കിലും അത് നമ്മൾ മാത്രമായിട്ട് പോണതാണെങ്കിലും ഓൽക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലൊക്കെ യാത്ര ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഫാമിലിയായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര പോകുമ്പോഴായിരിക്കും എല്ലാവരും കൂടുതലായിട്ട് സംസാരിക്കുന്നതും നമ്മളൊരു വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ആയിട്ടാണ്. നമ്മൾ വീട്ടിലാണെങ്കിലും ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ മക്കൾക്കാണെങ്കിൽ സ്കൂളിൻ്റെ തിരക്കുണ്ടാവും, നമുക്ക് നമ്മളെ ജോലി തിരക്കൊക്കെ ആയിട്ട് ഇത്രയധികം സമയം നമുക്കൊരിക്കലും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ യാത്രകളിലായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ കൂടുതലായിട്ട് നമ്മളെ മക്കളോടാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡിനോടാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് പോയ ശേഷം പിന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക അടുത്ത പമ്പിൽ നിർത്തിയിട്ട് അവിടെ അൽബേക്ക് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ നട്ട കരുതിയത്. പക്ഷേ ആ അൽബേക്കിലും ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല കേട്ടോ. പറയുമ്പോൾ സമയം ഒരു 10:15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാക്ഡൊണാൾഡ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാൽ മക്കൾക്ക് ബർഗർ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ മാക്ഡൊണാൾഡ്സ് കയറുക കേട്ടോ. എനിക്കെപ്പോഴും നമ്മളെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ എപ്പോഴും ഇഷ്ടമുള്ളത്. നമ്മളെ ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതാട്ടോ കൂടുതൽ ഇഷ്ടമുള്ളത്. പിന്നെ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഫുഡ് കഴിക്കാമെന്നുള്ളൂ. പിന്നെ ബർഗറൊന്നും എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടമല്ല കേട്ടോ, ഞാൻ അങ്ങനെ കഴിക്കലില്ല. അപ്പോൾ മക്കൾക്ക് മാത്രമായിട്ട് ബർഗർ വാങ്ങിയിട്ടുള്ളത്, അക്മലിനും ഷികക്കും മാത്രമേ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഹോട്ട് ചോക്ലേറ്റും ഒരു ചായയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാനൊക്കെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ അടുത്തുള്ള ബൂഫിയിൽ നിന്ന് സാൻഡ്വിച്ച് ആട്ടോ വാങ്ങിയത്. ഇക്കാക്ക് ലിവറിൻ്റെ സാൻഡ്വിച്ചും എനിക്ക് ചിക്കൻ സാൻഡ്വിച്ചും ആട്ടോ വാങ്ങിയത്. ഇത് സംസം വെള്ളം വെക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സംസം വെള്ളം നമ്മളൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. പുറത്ത് നല്ല ചൂടാണ് കേട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിലിട്ട് നമ്മൾ ചെറിയൊരു ബോട്ടിലാണ് വാങ്ങിയിട്ടുള്ളത്, 5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലായിട്ട് നമ്മൾ വാങ്ങിയത്. ഇപ്പോൾ ഇവിടെ ജിദ്ദയിൽ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് ഇവിടെ കറങ്ങാൻ അങ്ങനെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോണത് തായിഫിലാണ് കേട്ടോ. അപ്പോൾ തായിഫിൽ നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ തായിഫിൽ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ, നമ്മൾ ജിദ്ദത്തെ ക്ലൈമറ്റ് അല്ല. അപ്പോൾ ഇവിടെ ജിദ്ദയിലുള്ളവർ തണുപ്പ് കൊള്ളാനൊക്കെ ആയിട്ട് തായിഫിലാണ് കേട്ടോ പോവുക. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു 1.5-2 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉള്ളൂ തായിഫിലേക്ക്. പക്ഷേങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിർത്തി എന്താ പറയുക റിലാക്സ് ചെയ്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ. പിന്നെ റോഡ് നല്ല റഷ് ഉണ്ടെന്നുണ്ടെങ്കിലും. പക്ഷേ ഇപ്പോൾ റോഡ് അങ്ങനെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല റോഡ്. തായിഫ് പിന്നെ നമ്മൾ എപ്പോൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും വ്യൂ ആണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടമാണ്. നല്ല എന്താ പറയുക നമ്മളെ നാട്ടിലത്തെ പോലെ നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. നമ്മളിവിടെ കുതിരസവാരിയെ കണ്ടപ്പം അങ്ങോട്ടാട്ടോ ആദ്യം പോണത്. അപ്പോൾ ഇവിടെ എന്താ പറയുക ഇപ്പോൾ ഈ ഒരു പെരുന്നാളിൻ്റെ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് കേട്ടോ നല്ല തിരക്കുണ്ട്. നമ്മൾ പോരുമ്പോൾ ഒന്നും അത്ര തിരക്കില്ലെങ്കിലും ഇവിടെ തായിഫിലെത്തി നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. പാർക്കിങ്ങിനാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല തിരക്കാണ്.
ഈ കുതിരസവാരിക്ക് 10 റിയാലോ 15 റിയാലുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ കയറുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ മോന് കയറിയിട്ട് ആ കുതിര എന്തോ കാണിച്ച് പേടിച്ചിക്കണോ തോന്നുന്നു. ഇപ്പോൾ വേഗം എടുക്കുന്നുണ്ട് ആ മോനെ. പിന്നെ ഇവർ അങ്ങനെ കുതിരസവാരി അതിലൊന്നും കയറുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ പോരുകയാണ്. പിന്നെ നമ്മളെ കൂടെ ഈ ഒരു യാത്രയിൽ ഫിറോസും മുനിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഓല് ഈ ഒരു സമയത്ത് നമ്മളെ കൂടെ അല്ല കേട്ടോ. കാരണം ഫിറോസ് രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓന് കുറച്ച് സമയം ഉറങ്ങണം. അപ്പോൾ ഓല് കുറച്ച് കഴിഞ്ഞിട്ട് വരെ നമ്മളോട് ആദ്യം പോകാനാട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓലിന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരും. ഈ റോഡിൻ്റെ സൈഡിലായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇത് എന്താ പറയുക, പാർക്കൊന്നും അല്ല കേട്ടോ. പക്ഷെ അവിടെ എന്താ പറയുക നല്ല പച്ചപ്പുണ്ട്. അപ്പോൾ തണൽ നോക്കിയിട്ട് വണ്ടി നിർത്തിയിട്ടിട്ടുള്ളതാണ് കേട്ടോ. തായിഫിൽ വെയിലിന് ചൂടുണ്ടെന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ചൂടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കങ്ങനെ അറിയുന്നില്ല. നല്ല ക്ലൈമറ്റ് തന്നെയാണ്. അതൊരു ഉച്ച സമയമായതുകൊണ്ടാണ് കേട്ടോ. നമ്മളപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു 11-11:30 ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ടാണ് അങ്ങനെ ചൂട് തോന്നുന്നത്. ഇതുപോലത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഒരുപാടുണ്ട് കേട്ടോ തായിഫിൽ. നമ്മളിതുവരെ കയറിയിട്ടില്ല കേട്ടോ. ഇൻഷാല്ലാ ഇനി പോകുമ്പോൾ ഒരു പ്രാവശ്യം കയറണം വിചാരിക്കുന്നുണ്ട്. ഷികക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അവൾക്ക് എന്താ പറയുക, കമ്പനിക്ക് ഒരാളും കൂടെ ഒക്കെ വേണം. ഒറ്റയ്ക്ക് അവൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഓപ്പൺ അല്ല തോന്നുന്നു കേട്ടോ. കാരണം അതിലൊന്നും റൈഡുകളൊന്നും വർക്ക് ചെയ്യണ കാണുന്നില്ല. പിന്നെ ഈ കാണുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പറയണത് ഇത് വെള്ളം ശേഖരിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇത് അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. നമ്മളിന്ന് ഇവിടെ തായിഫിൽ നിൽക്കാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം റൂം നോക്കാനായിട്ടോ പോണത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മളെടുത്ത റൂം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം പോയി വെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നിന്ന് റൂം നോക്കാനായിട്ടോ പോണതും. ഇപ്പോൾ നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ റൂമൊക്കെ ഫുള്ളാണ്. ഇനി രാത്രി ചിലപ്പോൾ വെക്കേറ്റ് ആയാൽ കിട്ടുന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, വേറെ റൂമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ. ഇനി പിക്കറിനും നമുക്ക് വൈകുന്നേരം ആ ടൈമിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി ഫുഡ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് എന്നാ കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് വാങ്ങാണ്. നമ്മൾ മന്തി റൈസും മദിബി ആട്ടോ വാങ്ങിയിട്ടുള്ളത്. ചിക്കൻ മദിബി. ഇത് കല്ലിൽ ചുട്ടെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് വാങ്ങിയിട്ട് നമ്മൾ പിന്നെ പുറത്തിരുന്നിട്ടാട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെ ആയിട്ട് ആൾക്കാർ ടെൻ്റൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ക്യാമ്പ് ചെയ്യണുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മളൊരു അരമണിക്കൂറൊക്കെ നമ്മൾ വണ്ടിയിൽ ഒന്ന് കിടന്നൊന്ന് റിലാക്സ് ചെയ്തു കേട്ടോ. കാരണം രാത്രി ആരും ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല തണുത്ത കാറ്റും നല്ല ക്ലൈമറ്റും അല്ലേ. അപ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഉറങ്ങാനുള്ള മാർഗ്ഗമല്ലല്ലോ, നമുക്ക് റൂം കിട്ടിയിട്ടില്ലല്ലോ. നമ്മളിതുവരെ വന്നിട്ട് ഇതുവരെ റോസ് ഫാക്ടറി കണ്ടിട്ടില്ല കേട്ടോ തായിഫിൽ വന്നിട്ട്. അപ്പോൾ നമ്മളിന്ന് റോസ് ഫാക്ടറി കാണാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ടാട്ടോ പോണത്. അപ്പോൾ ഫിറോസും മുന്നേ ഓല് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓല് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓല് നേരെ ഇനി റോസ് ഫാക്ടറിക്ക് വരാമെന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. റോസ് ഫാക്ടറിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറുതായിട്ട് റോസ് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോസ് ഫാക്ടറി ഇവിടെ തായിഫിൽ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള റോസ് ഫാക്ടറിയിലാട്ടോ കയറിയിട്ടുള്ളത്. റോസ് ഫാക്ടറിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. റോസ് ഫാക്ടറിൻ്റെ അകത്തേക്കാട്ടോ അപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്താണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. റോസ് പെറ്റൽസൊക്കെ എടുത്തിട്ട് പെർഫ്യൂമൊക്കെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത് മെറ്റലിൻ്റെ പാത്രങ്ങളാണ് തോന്നുന്നു കേട്ടോ. നമ്മൾ കോപ്പറിൻ്റെ പാത്രങ്ങളാണ് തോന്നുന്നു. പക്ഷേ എന്താ പറയുക, ഈ ഒരു സമയത്ത് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ചില ടൈമിൽ എന്താ പറയുക, അവരിത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് ഞാൻ കുറേ ആൾക്കാർ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഡോറ് കാണുന്നതും ഇവിടുത്തെ സ്റ്റോറാണ്. അപ്പോൾ നമ്മൾ അസർസലിൻ്റെ ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ക്ലോസ് ആണ്. അപ്പോൾ അസർസല കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് കയറുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിലൊക്കെ കാണുന്നത് റോസ് വാട്ടറും അതുപോലെ റോസ് പെറ്റൽസൊക്കെ വേവിച്ചിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഇവരിനി എന്തൊക്കെ ചെയ്തിട്ടാണ് പെർഫ്യൂം ഇതൊക്കെ ആക്കി മാറ്റുന്നത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് ഈ ഒരു ഫാക്ടറിൻ്റെ അകത്ത് 2 സൈഡിലായിട്ടും ഇതേ സെയിം പ്രോസസ്സിങ്ങിനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
റോസ് ഫാക്ടറിയിൽ നമുക്ക് പുറത്തായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അത് കണ്ടത് താഴേക്ക് ഇറങ്ങാനുള്ളത് കേട്ടോ. താഴെ ചെറിയൊരു അരുവിയുണ്ട്, അപ്പോൾ അതിലേക്ക് ഇറങ്ങാനുള്ളതാണ്. കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല തണുത്ത കാറ്റും. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് കണ്ട് ചെറിയൊരു റോസ് ഗാർഡനും ഉണ്ട്. റോസ് ഫാക്ടറിൻ്റെ നമ്മൾ മുറ്റത്തു കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പുറത്തായിട്ട് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. പക്ഷേ അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ടൊരു അരുവി ഉണ്ടല്ലോ, അപ്പോൾ അത് ചെറുതല്ല കേട്ടോ, അത്യാവശ്യം ഉണ്ട്. കാരണം ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നല്ല വെള്ളമുണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് ഫിറോസും മോനിയും ഓല് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ റോസ് ഫാക്ടറിൻ്റെ അകത്തുള്ള സ്റ്റോറിൻ്റെ ഉൾവശമാണിട്ടത്. സ്ഥലം കഴിഞ്ഞപ്പോൾ അവരിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരു റോസിൻ്റെ എസൻസ് വെച്ചിട്ട് അവരുണ്ടാക്കുന്ന എന്താ പറയുക, നമ്മളെ സ്പ്രേകളും ക്രീമുകളും ലോഷനും അങ്ങനെ ഹെയർ ഓയിലും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. ഞാനും മോനിയും കൂടി അതിനകത്ത് നടന്നിട്ട് ഇതെല്ലാം കാണുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ഐറ്റം സോപ്പാണ്. പല വെറൈറ്റി സോപ്പുകളുണ്ട് കേട്ടോ, പലതിനും പല പ്രൈസാണ്. പിന്നെ ഇത് ബോഡി സ്പ്രേ, ബോഡി ലോഷന് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ചെറിയ അത്തറിൻ്റെ കുപ്പിയാണ് കേട്ടോ. നമുക്ക് വണ്ടിയിലും ഒക്കെ തൂക്കിയിടാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. മുനി പോലും ഉപയോഗിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്മെല്ലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ കാണാൻ. നല്ല കളർഫുള്ളായിട്ടുള്ള ബോട്ടിലും ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഫേസ് ക്രീം, ഫേസ് സ്ക്രബ് അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. നല്ല വിലയുള്ള ഐറ്റംസും ഉണ്ട്, പിന്നെ കുറച്ച് വില കുറവുള്ളതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല റേറ്റ് വരുന്നതാണ്, 69, 89 ആ റേറ്റൊക്കെ വരുന്ന പ്രൊഡക്ട്സാണ് കേട്ടോ ഇത്. പിന്നെ ഇത് വേറെ ഐറ്റം സോപ്പുകളാണ്. ഇതിൽ റോസിൻ്റെ പെറ്റൽസും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് പല ഫ്ലേവറിലുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം സോപ്പുകളും. ഈ സോപ്പിനും അത്യാവശ്യം വില ഉണ്ട്. അല്ല ക്യാൻറ്റീനാണ് ഇതൊക്കെ ഇവിടെ. അവിടുന്ന് നമ്മൾ ഇതുപോലത്തെ ചെറിയ പെർഫ്യൂം എടുത്തിട്ടുണ്ട് കേട്ടോ. ഷികക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഷികക്കും അനിമോക്കും ഓരോ പെർഫ്യൂം എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ പുറത്തിങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മളിനി അടുത്തായിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ള പ്ലാൻ ചെയ്യാണ് കേട്ടോ. പിന്നെ ഇവിടെ തായിഫിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴക്കാറും വരുന്നുണ്ട്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തു കേട്ടോ. ഫിറോസും മോനി ഓലും എടുത്തിട്ടുണ്ട്, നമ്മളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തായിട്ട് പോണത് റുദാഫ് പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ റുദാഫ് പാർക്കിൽ നമ്മൾ കുറേ അതിന് പോയിട്ട് ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. കുറേ ആയി നമ്മൾ റുദാഫ് പാർക്കിൽ പോയിട്ട്. അപ്പോൾ എന്നാൽ നമുക്കിനി അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങോട്ടാട്ടോ നമ്മൾ പോണത്. നമ്മൾ റോസ് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞേക്കിന് തന്നെ മഴ തുള്ളിയിടാൻ തുടങ്ങി കേട്ടോ. പിന്നെ നല്ല മഴയായിരുന്നു, നല്ല അടിപൊളി മഴ, നല്ല ഇടിയും മിന്നലൊക്കെ ആയിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഴ പെയ്തപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക പാർക്കിലേക്കല്ല നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പിന്നെ പാർക്കിലൊന്നും പോയില്ല കേട്ടോ, കാരണം റോഡും നല്ല ബ്ലോക്ക് ആവൽ തുടങ്ങി. ഇവിടെ മഴ പെയ്താൽ പിന്നെ വേഗം വെള്ളം പൊന്തും. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ എന്താ പറയുക പാർക്കിൽ പോകാൻ നിന്നില്ല കേട്ടോ. പിന്നെ നമ്മളവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ റൂം നോക്കിയിരുന്നു, അപ്പോൾ റൂം ഒഴിവില്ല എന്ന് പറഞ്ഞു എന്നുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് റൂം നോക്കാനൊന്നും നിന്നില്ല കേട്ടോ. നല്ല മഴ പെയ്തപ്പോൾ പിന്നെ നമുക്ക് നിൽക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ മഴ പെയ്ത കാരണം പിന്നെ റൂം തപ്പിയിട്ട് നമ്മൾ പോകണമെങ്കിലും കുറേ പോകണം. അപ്പോൾ പിന്നെ അത് വിചാരിച്ചിട്ട് ഇക്കറിഞ്ഞ് വേണ്ട, തായിഫില്ല, നമ്മളെപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാമല്ലോ, അപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിന് റൂമിലേക്ക് തന്നെ പോരുകയാണ് കേട്ടോ. പക്ഷെ മക്കൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, കാരണം നമ്മൾ നിൽക്കാൻ പ്ലാൻ ചെയ്ത് പോയതല്ലേ, അപ്പോൾ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ചില യാത്രകൾ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വരാമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ. നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ട്രിപ്പ് ഒരു വിചാരിച്ച പോലെ ആയിട്ടില്ലല്ലോ മക്കൾ. അപ്പം ഓരോ കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പൂതി കേട്ടോ.
നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അസീസയിലുള്ള അഫ്നാൻ ബുക്ക് സ്റ്റോറിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ചത്കാരി ചാറ്റ് ഉണ്ട്. അപ്പോൾ അതിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മലബാർ അടുക്കളയിൽ ചോദിച്ചപ്പോൾ ഒരു ഫ്രണ്ടാട്ടോ പറഞ്ഞത് ഈ ഒരു ഷോപ്പ് നല്ലതാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് കഴിക്കുന്നത്. പക്ഷേ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ദഹിപ്പൂരിയാണ്. പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ പാനിപ്പൂരി ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ പാനിപ്പൂരിലേറെ നമുക്കൊന്നും കൂടെ ഇഷ്ടമായത് ഇവരെ ദഹിപ്പൂരിയാണ്. പിന്നെ അതുപോലെ സേവ് പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സേവ് പൂരിയും നമ്മൾ കഴിച്ചു, അത് നല്ല ടേസ്റ്റാണ്. ഈ ഒരു ഷോപ്പിനകത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പാർസലും ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഫുഡൊക്കെ നമ്മൾ അപ്പോഴക്കപ്പോഴെ കഴിക്കുന്ന കേട്ടോ ടേസ്റ്റ് ഉള്ളത്. പാർസലായിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പിന്നെ പുറത്തുതന്നെ നിന്നിട്ട് വേഗം കഴിക്കാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.